നമസ്കാരം. തെന്നിന്ത്യയിലെ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ബോക്സ് ഓഫീസ് ക്രൗഡ് പുള്ളർ എന്ന വിശേഷണത്തിന് അർഹനാണ് വിജയ്. ആരാധകരുടെ അചഞ്ചലമായ പിന്തുണയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഇമേജും കൊണ്ട് വിജയ് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരവുമായി മാറിക്കഴിഞ്ഞു. തടസ്സങ്ങൾക്ക് നടുവിലാണ് നടൻ വിജയ് എന്നുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ ശത്രുക്കൾ നീക്കങ്ങൾ തുടങ്ങി. ഇതിനിടെ വിജയുടെ അവസാന സിനിമയായ ജനനായകന്റെ റിലീസ് സെൻസർ ബോർഡ് തടഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ഇനി എന്ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന ആശങ്കയിലാണ് നിർമ്മാതാക്കളും വിതരണക്കാരും. രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് മുന്നോട്ട് നടന്നു നീങ്ങുവാനുള്ള വഴികൾ ഇങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്ന അഭ്യൂഹം എത്തിയത്. വിജയ്ക്കൊപ്പം സംഗീതയെ കണ്ടിട്ടും ഏറെ കാലമായിരുന്നു. സംഗീത ലണ്ടനിലാണുള്ളതെന്നും മകൻ ജേസൺ സഞ്ജയും വിജയിൽ നിന്നും അകലം പാലിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ജേസൺ സഞ്ജയ്. വിജയും മകനും ഒരുമിച്ചുള്ള ഫോട്ടോ വന്നിട്ടും നിരവധി കാലമായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടി വന്നു. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നുപോയത്. ഒപ്പം തന്നെ തൃശയ്ക്കൊപ്പമുള്ള വിവാദങ്ങളും കത്തി. അങ്ങനെ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത് നടൻ വിജയുടെ ഭാര്യ രംഗത്തെത്തുന്നത്. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയാണ്. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണുവെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ വിജയോ ഭാര്യയോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ സംഗീത നിയമപരമായി നീങ്ങിയിരിക്കുന്നത്. കുടുംബപരമായും രാഷ്ട്രീയപരമായും എല്ലാം നിരവധി വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോഴിതാ മറ്റൊരു വിവാദം കൂടി താരത്തിനെതിരെ എത്തിയിരിക്കുന്നത്. സിനിമാ ജീവിതം വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്ന താരത്തിൽ നിന്നുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി വിജയുടെ മുൻ അസിസ്റ്റന്റ് സെൽവരാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. 10 വർഷത്തോളം നടന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു സെൽവരാജ്. പുലി, തുപ്പാക്കി തുടങ്ങിയ സിനിമകളിൽ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറെക്കാലം വിജയുടെ പിതാവ് SA ചന്ദ്രശേഖരന്റെ പ്രൊഡക്ഷന് കീഴിൽ ജോലി ചെയ്ത ശേഷമാണ് സെൽവം വിജയുടെ അസിസ്റ്റന്റ് ആകുന്നത്. എന്റെ മുഴുവൻ പേര് സെൽവരാജ് എന്നാണ്. പഠനം തലയിൽ കയറാത്തത് കൊണ്ടാണ് നാട് വിട്ട് ചെന്നൈയിൽ വന്നത്. റൂം ബോയ് ആയിട്ടായിരുന്നു തുടക്കം. സിനിമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുമായിരുന്നു. പിന്നീട് 500 രൂപ കൊടുത്ത് സിനി പ്രൊഡക്ഷൻ കാർഡ് എടുത്ത് പ്രൊഡക്ഷനിൽ ജോലി ചെയ്തു തുടങ്ങി. ആർട്ടിസ്റ്റിന് ആവശ്യമായ ഫുഡ് അടക്കം എല്ലാം ചെയ്തു കൊടുക്കണം. അതാണ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റിന്റെ ജോലി. വിജയ് സാറിന്റെ അച്ഛന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ആദ്യം എനിക്ക് ജോലി കിട്ടി. അന്ന് 500 രൂപയായിരുന്നു കൂലി. 60 പടത്തിൽ SA ചന്ദ്രശേഖറിനൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ വിജയ് സാറിന്റെ സിനിമകളിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. 15 വയസ്സ് മുതൽ വിജയ് സാറിനെ എനിക്കറിയാം. വിജയ് സാറിന്റെ അച്ഛനാണ് എന്റെ വിവാഹം നടത്തി തന്നത്. വേലായുധം സിനിമയിൽ പ്രൊഡക്ഷനിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. വിജയ് സാറിന്റെ ഭക്ഷണകാര്യമെല്ലാം ഞാൻ തന്നെയാണ് ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ തന്നെയാണ് ആ ജോലി വിജയ് സാറിനോട് ചോദിച്ചു വാങ്ങിയത്. പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കും മുമ്പ് ചില കണ്ടീഷൻസ് ഒക്കെ അദ്ദേഹം വെച്ചിരുന്നു. എല്ലാത്തിനും ഞാൻ സമ്മതം പറഞ്ഞു. പക്ഷേ വിജയ് സാറിനൊപ്പമുള്ള മറ്റുള്ളവർക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നലെ വന്നവൻ വിജയ് സാറിനോട് കൂടുതൽ അടുക്കുന്നുവെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ ജോലി തെറിപ്പിക്കാൻ വേണ്ടതെല്ലാം അവരിൽ ചിലർ ചെയ്തു തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തോട് ഇതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അത് അവരറിയുകയും ടോർച്ചർ വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് വിജയ് സാർ തന്നെ എന്നോട് അതൃപ്തി കാണിച്ചു തുടങ്ങി എന്ന് സെൽവൻ പറയുന്നു. ഒപ്പം വിജയ് കാരണമില്ലാതെ മർദ്ദിച്ച സംഭവം സെൽവൻ വെളിപ്പെടുത്തുന്നു. ഒരു ദിവസം സാറിനുള്ള ഫുഡ് എല്ലാം റെഡിയാക്കി ടേബിളിന് മുകളിൽ കൊണ്ടുവച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വിജയ് സാർ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ ആരോട് ദേഷ്യപ്പെട്ട് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് മുറിക്ക് പുറത്തിറങ്ങി വളരെ ദേഷ്യത്തോടെ ഡോർ അടച്ച് ഭക്ഷണം കഴിക്കുവാൻ വന്നിരുന്നു. അപ്പോഴും ആരോടോ ഉള്ള ദേഷ്യം സാറിന്റെ മുഖത്ത് കാണാം. ഞാൻ ഒന്നും മിണ്ടാതെ കൈകെട്ടി കുറച്ച് നീങ്ങി നിന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുള്ളി അങ്ങ് എണീറ്റ് വന്ന് എന്റെ മുഖം അടക്കി അടിച്ചു. അടിയുടെ ശക്തിയിൽ തൊട്ട് അപ്പുറത്തെ സോഫയിലേക്ക് വീണ എന്റെ നെഞ്ചത്തേക്ക് ഒരു തവണ ആഞ്ഞു ചവിട്ടി. ശേഷം പുള്ളി പോയി കൈ കഴുകി. അതിനുശേഷവും ഞാൻ അവിടെ പിടിച്ചു നിന്നത് എനിക്കൊരു മകളുണ്ട്. അവളുടെ കല്യാണപ്രായം എത്തിയിരിക്കുന്നു. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയ്ക്ക് മകളുടെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമെന്ന് കരുതിയാണ്. എന്നാൽ വിജയ് സാർ കല്യാണത്തിന് ഒന്നും വന്നത് പോലുമില്ല. ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് പോകേണ്ടെന്നും ഇതൊന്നും പറയരുതും എന്നുമാണ്. അത് വിജയ് സാറിന്റെ അച്ഛനോട് ഉള്ള കടപ്പാടാണ്. സാറിന്റെ അച്ഛൻ ഡയറക്ട് ചെയ്ത 60 പടങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും വിജയ് സാറിനോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ ആ സംഭവം ഒക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് യാതൊരു കാരണവും പറയാതെ വിജയ് സാർ എന്നെ പിരിച്ചുവിട്ട് വേറെ അസിസ്റ്റന്റ് ടീമിനെ നിയമിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് നടുത്തെരുവിൽ നിൽക്കുകയാണ്. എന്റെ ഭാര്യയുടെ അവസ്ഥ സാർ കണ്ടതല്ലേ എന്ന് അവതാരകനോട് സെൽവം ചോദിക്കുന്നുമുണ്ട്. ഞാൻ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയെടുക്കാം. ഇൻഡസ്ട്രിയിലെ ആരെങ്കിലും എനിക്കൊരു ജോലി തന്നാൽ മതി. ഇനി വിജയ് സാർ എന്നെ തിരിച്ചു വിളിച്ചാൽ പോലും ഞാൻ സന്തോഷത്തോടെ പോകുമെന്ന് പറഞ്ഞാണ് സെൽവം അവസാനിപ്പിക്കുന്നത്.
അതേസമയം വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. 27 വർഷമായി തുടരുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താരപത്നിയുടെ തീരുമാനം മുഴുവൻ തമിഴ്നാടിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വിവാഹമോചന ഹർജിയിൽ സംഗീത ഉന്നയിച്ച ആരോപണങ്ങളും വിജയുടെ ആരാധകരെ കൂടുതൽ ഞെട്ടിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ സമ്മതത്തോടെ 1999 വിജയ് സംഗീത വിവാഹം. ആരാധികയെ തണ്ടന് വിവാഹം ചെയ്തതിൽ അന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ കാറ്റഗറിയിലായിരുന്നു ഈ ദമ്പതികളുടെ സ്ഥാനം. പ്രായപൂർത്തിയായ 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. 2020 വരെ സംഗീത വിജയ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേദികളിൽ ഭാര്യയെ കൊണ്ടുവരാൻ വിജയ്ക്കും ഉത്സാഹമായിരുന്നു. എന്നാൽ 2021 മുതൽ കാര്യങ്ങൾ കുഴയാൻ തുടങ്ങി. ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ അവയിൽ യാതൊരു സത്യവുമില്ലെന്നും അവർ സന്തോഷകരമായി ജീവിക്കുകയാണെന്നും സാധാരണ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണെന്നും വിജയുടെ ആരാധകരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായ തമിഴക വെട്രിക്കഴകം അനുയായികളും ഉറച്ചു വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. അനാവശ്യമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞവരെ എല്ലാം നിശബ്ദരാക്കുന്ന രീതിയിൽ സംഗീത ഇപ്പോൾ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ സമീപിച്ച് വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജി ഏപ്രിൽ 20 പരിഗണിക്കപ്പെടും. അന്ന് വിജയ് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സമൻസ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഒട്ടിക്കുകയോ നേരിട്ട് അയക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. വിവാഹമോചനത്തിനേക്കാൾ വലിയ ഞെട്ടലാണ് അതിന്റെ കാരണങ്ങളായി സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ ആരാധകർക്ക് നൽകിയത്. ഒരു നടിയുമായി വിജയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭാര്യ എന്ന പേരിലുള്ള അവകാശങ്ങളും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശവും സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും മാനസികമായും പീഡിപ്പിച്ചുവെന്നും സംഗീത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതോടെ വിജയ്ക്ക് ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്ന ഇമേജും തകർന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ സംഗീത വിജയ് വേർപിരിയൽ ചർച്ചകളാൽ നിറഞ്ഞിരിക്കുമ്പോൾ 2004 വിജയ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയും വൈറലാവുകയാണ്. ഒരു ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ സുന്ദരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്റെ അമ്മയും ഭാര്യയും തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. സന്തോഷമായി ഇരിക്കുന്നതാണ് പ്രധാനം, അതാണ് സൗന്ദര്യം നൽകുന്നത്. ഇവർക്കൊപ്പം എന്റെ ആരാധകരും അതിന്റെ കാരണമാണെന്നാണ് നടൻ പറഞ്ഞത്. ഇത്രയേറെ ഭാര്യയെ സ്നേഹിച്ചിരുന്ന ഒരാൾ എന്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എന്നാണ് കമന്റ് ബോക്സിൽ നിറയുന്ന ചോദ്യങ്ങൾ. നടി തൃഷയുമായിട്ടാണ് വിജയ്ക്ക് ബന്ധമെന്നാണ് പ്രചരിക്കുന്നത്. സംഗീത വിജയ്ക്കൊപ്പം 5 വർഷമായി ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തൃഷയുമായുള്ള ബന്ധം ആദ്യം കണ്ടുപിടിച്ചതും സംഗീത തന്നെയാണ്. അന്ന് എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് നടൻ ഉറപ്പും നൽകി. അത് വിശ്വസിച്ചാണ് വിവാഹമോചനത്തിന് അന്ന് സംഗീത മുതിരാതിരുന്നത്. എന്നാൽ വാക്ക് തെറ്റിച്ച് വിജയ് വീണ്ടും നടിയുമായി കൂടുതൽ അടുത്തു. മക്കൾ 2 പേരും സംഗീതയ്ക്കൊപ്പമാണ്. മകൻ സഞ്ജയ് നടനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തു. വിദേശത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ സംഗീതയും മക്കളും താമസിക്കുന്നത്. സഞ്ജയ്ക്ക് പിന്നാലെ തൃഷയും വിജയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് താൽക്കാലികമായി വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണെന്നാണ് ആരാധകർ പറയുന്നത്.